1-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു 1-1.5-2 മണിക്കൂറായപ്പോഴത്തേക്ക് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. നമസ്കാരം, വണക്കം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് രേണുസുതിയുടെ സുഹൃത്ത് സജീന വ്ളോഗ്സ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചേച്ചി അപ്ലോഡ് ചെയ്ത ഒരു പോസ്റ്റ്, അതായത് സജീന അപ്ലോഡ് ചെയ്ത ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി അതിൻ്റെ വിശദീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന ഡൗട്ടുകൾ സജീനയോട് ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ചേച്ചി ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കമൻറ്റ് ചെയ്തോ കുഴപ്പമില്ല, എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചത്തെറി ഞാൻ അങ്ങോട്ട് പറയും, തെറി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും പറയും. പിന്നെ നാണമുണ്ടോയെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ഈ തെറി പറയുന്നവന്മാരോട്. എടയൊക്കെ നീയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജെന്യൂനായിട്ടുള്ള ഐഡിന്ന് വാടേ, എന്നിട്ട് നീ സംസാരിക്കുക. അല്ലാതെ ഒരുമാതിരി ഫേക്ക് ഐഡിന്നൊക്കെ വന്നിട്ട് തെറി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആളായെന്നാണ് വിചാരം. എന്നെപ്പറ്റി എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, ഞാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുടുംബത്തിരിക്കുന്നവരെ കുറിച്ച് പറയാതിരിക്കുക. 10 നല്ലത് വേറെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഞാനൊരു ചെറിയ ടെൻഷനിലാണ്, എനിക്ക് പറ്റിയ ഒരു അബദ്ധമൊന്നും പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. 1-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു 1-1.5-2 മണിക്കൂറായപ്പോഴത്തേക്ക് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. കാരണം ബിഗ് ബോസിനകത്ത് ഏതൊക്കെ കണ്ടസ്റ്റൻസ് കയറുന്നു എന്നുള്ള വിവരം നമ്മൾക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഉറപ്പിച്ച് ഒരാൾ ഇതിനകത്ത് കയറും എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള നിയമം ഉണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രേണുസുതിക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ രേണുസുതി ബിഗ് ബോസിലേക്ക് പോയി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഞാൻ ഇട്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അത് തൽക്കാലത്തേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ പറയേണ്ടുന്നവർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 1-ാം തീയതിയാണ് ചേച്ചി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടത്. എനിക്ക് ഈ സമയങ്ങൾ തമ്മിൽ ഒട്ടും മാച്ച് ആവുന്നില്ല, അതുകൊണ്ടാട്ടോ. 1-ാം തീയതിയാണ് ചേച്ചി ഈ പറയുന്ന പോസ്റ്റ്, അതും 11 മണിയോടുകൂടി. ഞാനിനി വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം, ആ സമയം നോക്കി അറിയാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം 12:30-35 സമയത്തിലാണ് നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം ചേച്ചി പറഞ്ഞിട്ടുള്ളത് രാവിലെ എന്ന്, അതായത് 11 മണിയോട് കൂടിയാണ് ചേച്ചി ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂറിന് ശേഷം ഈ ഒരു പോസ്റ്റ് മുക്കാൻ വേണ്ടിയിട്ട് ആരോ നിർദ്ദേശം കൊടുത്തു എന്നും പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് PR ടീം തന്നെ പറഞ്ഞതാവണം. കാരണം ഇതൊരു PR പ്ലേ ആണ്. കാരണം ഈ സമയങ്ങൾ തമ്മിൽ ഒട്ടും മാച്ച് ആവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ഒരു പോസ്റ്റ് മുക്കുന്നു, പോസ്റ്റ് വൈറലാവുന്നു, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എടുത്തിട്ട് ഉടുക്കുന്നു. ചേച്ചിയെ പറ്റി മാത്രമായിരുന്നു അന്നത്തെ കണ്ടന്റ്. സജീന വ്ളോഗ്സും രേണുസുതിയും, അതായിരുന്നു അന്നത്തെ കണ്ടന്റ്. അങ്ങനെ വൈകുന്നേരം 5 മണിയായപ്പോൾ, ഡേറ്റ് ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 1-ാം തീയതി. ഇത് ഈ ദൃശ്യം സിനിമ പോലെയാണ്. വൈകുന്നേരം 6 മണിയോടുകൂടി രേണുസുതിയുടെ യൂട്യൂബ് ചാനലിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ്, ഈ വൈകുന്നേരം സമയങ്ങളിലും ഞാൻ ചേച്ചിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി? രേണുസുതി പറഞ്ഞൊരു വാക്ക്, അതായത് ഈ ഒരു വൈകുന്നേരം സമയങ്ങളിലാണ് വീഡിയോ എടുക്കുന്നത്. ഈ രേണുസുതിയുടെ വാച്ച് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. അതേപോലെ തന്നെ സജീന ചേച്ചിയും ഇത് കാണണം. ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകം 2ാമതായിട്ട് ചെയ്യുന്നത്. ഈ ഒരു വാച്ചിൻ്റെ സമയം നോക്കുക, ഏകദേശം 10:15 നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, ഏകദേശം 10:15 ചിലപ്പോൾ പറയും ഇത് ഓടാത്ത വാച്ചാണെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ രേണുസുതി ബിഗ് ബോസിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. PR ടീമിനറിയാം ഈ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് 2 മണിക്കൂറിനുള്ളിൽ ഇത് മുക്കിക്കഴിഞ്ഞാൽ ഇത് വൈറലാവും. രേണുസുതിക്ക് അത് നല്ല രീതിയിൽ സിമ്പതി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നല്ല രീതിയിൽ ഈ ഒരു PR ടീമിനറിയാം. ഈ 1-ാം തീയതി ബിഗ് ബോസ് സെറ്റിലെത്തിയ 1-ാം തീയതി രാവിലെ ബിഗ് ബോസ് സെറ്റിലെത്തിയ രേണുസുതി എങ്ങനെ 1-ാം തീയതി വൈകിട്ട് ഈ പറയുന്ന ചേച്ചിയുടെ വീട്ടിലിരുന്ന് വീഡിയോ എടുത്തു? അതാണ് ആദ്യത്തെ ചോദ്യം. മാത്രമല്ല ഇതിന് തെളിവുണ്ട്. ഈ പറയുന്ന രേണുസുതിയും അഭിലാഷും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അഭിലാഷ് ചോദിക്കണ്ടേ, എന്തിനാണ് ചേച്ചി സെലക്ട് ആയിട്ട്
ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ക്യാമറ ഷിഫ്റ്റ് ചെയ്തു, അതുകൊണ്ട് ബാക്കിയൊന്നും കേൾക്കാൻ സാധിച്ചില്ല. അപ്പോൾ 31-ാം തീയതി സെലക്ട് ആയിട്ടുണ്ട് രേണുസുതി. 31-ാം തീയതി വൈകിട്ടോടു കൂടി എന്തായാലും പ്രൊഫൈൽ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടാവണം. 1-ാം തീയതി റിഹേഴ്സലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. 2-ാം തീയതിയാണ് ഈ പറയുന്ന ഗ്രാൻഡ് ലോഞ്ചിൻ്റെ ഷൂട്ടുള്ളത്. അപ്പോൾ എന്തായാലും 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി രാവിലെയോടുകൂടി രേണുസുതി ഈ പറയുന്ന ബിഗ് ബോസ് സെറ്റിൽ എത്തണം. അപ്പോൾ എങ്ങനെ രേണുസുതി ഈ പറയുന്ന 1-ാം തീയതി വൈകിട്ട് വീഡിയോ ചെയ്തു? ഇതിനൊക്കെയുള്ള ഉത്തരം സജീന ചേച്ചി നൽകണം. കാരണം ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് സജീന ചേച്ചിയാണ്. ഈ പോസ്റ്റ് മുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം നൽകിയേ പറ്റൂ. കിടന്ന് വള എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കയറി നിന്നിട്ട് ഉണ്ടാക്കിയാൽ പോരാ, അതിനുള്ള തെളിവുകളും നിരത്തണം. മനസ്സിലായില്ലേ? എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കേട്ട് നോക്കാം. എൻ്റെ പൊന്നു, ഡിലീറ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം ആ പോസ്റ്റർ ഉൾപ്പെടെ ഒരു 10-20 വ്ളോഗർമാർ എന്നെ ഉടുത്ത് എന്നെ അങ്ങ് ഏറിലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കൂട്ടുകാർ തന്നെ പിന്നീന്ന് കുത്തി, സ്വന്തം കൂട്ടുകാരി രേണുവിനിട്ട് പണി കൊടുത്ത്, സ്വന്തം കൂട്ടുകാരുടെ ഈ ബുദ്ധിമോശം കാരണം ബിഗ് ബോസിൽ നിന്നുള്ള എൻട്രി രേണുവിന് നിഷേധിച്ചു. എത്ര വ്ളോഗർമാർ. പക്ഷേ എനിക്കൊരു കാര്യം സന്തോഷമുണ്ട്, അന്നത്തെ ഒരു ദിവസത്തെ കണ്ടന്റ് ഞാൻ ആയതിൽ വളരെ സന്തോഷം കേട്ടാ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാനത് ടെൻഷനായി എന്നുള്ള സത്യം. ഇവന്മാരുടെ വീഡിയോ ഇട്ടതിന് ശേഷമല്ല ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതിന് മുന്നേ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബിഗ് ബോസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളാണ് സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ. ചേച്ചിക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഈ ഒരു റൂള് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ചേച്ചി. പിന്നെ 1-ാം തീയതി രേണുസുതി അവിടെ രാവിലെ തന്നെ എത്തിക്കാണണം. കാരണം അന്നത്തെ ദിവസം ടാസ്ക് ഉണ്ടല്ലോ, ഏത് നമ്മുടെ ഫിംഗർ ടാസ്ക്, ഈ ഫിംഗർ പ്രിൻറ്റ് പതിപ്പിക്കുന്ന ടാസ്ക്, അത് 1-ാം തീയതി രാവിലെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വന്നാലും രേണുസുതിയും ചേച്ചിയും പോകണമല്ലോ. ചേച്ചിയല്ല അവിടെ പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല 31-ാം തീയതി നടന്നിട്ടുള്ള പ്രൊഫൈൽ ഷൂട്ട് അത് പെട്ടെന്ന് നടന്നിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് നടന്നിട്ടുള്ള കാര്യമാണ്. കിച്ചു കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന് ഈ ഒരു പ്രൊഫൈൽ ഷൂട്ടിൽ പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ നേരത്തെ അറിയാതെ നടക്കൂലല്ലോ. പിന്നെ എന്തിനാണ് രേണുസുതി അത്തരത്തിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്? ഈ ഓൺലൈൻ മീഡിയക്കാർ പെട്ടെന്ന് വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെയാണ് ഒരു മെയിൻ സ്ട്രീം ചാനൽ വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി രേണുസുതി അങ്ങനെ ഒരു കലാപരിപാടി അവിടെ കാണിച്ചു? എന്തിന് വീഡിയോ അപ്ലോഡ് ചെയ്തു? ഇത് അഭിലാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം അഭിലാഷിന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രേണുസുതി ഇവിടെ ആരെയാണ് ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചിട്ടുള്ളത്? രേണുസുതിയുടെ വ്യൂവേഴ്സ്, അതേപോലെ തന്നെ അവളെ വിശ്വസിക്കുന്ന ആളുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചിട്ടുള്ളത്. ഒരുമാതിരി ഫൗൾ പ്ലേ, ഈ ഒരു PR ടീമിൻ്റെ ഫൗൾ പ്ലേ ആണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതിനൊക്കെ ഉള്ള ഉത്തരം സജിന ചേച്ചിയുടെ വീഡിയോയിലൂടെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള ഉത്തരവാദിത്വം ചേച്ചിക്കുണ്ട്. കാരണം ചേച്ചി പറഞ്ഞ കാര്യങ്ങളും രേണു ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ഒരു യോജിപ്പുമില്ല. ഇത് പക്ക PR പ്ലേ ആണെന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ഇനി വീണോടുത്ത് കിടന്ന് അധികം ഉരുളാൻ നിൽക്കണ്ട. ഇതിനുള്ള ഉത്തരം ചേച്ചി വീഡിയോയിലൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ തരാൻ ശ്രമിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് അടുത്ത ഉദാഹരണം തരാം. രേണുസുതി ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോസുകളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതൊക്കെ ആരാണോ മാനേജ് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. കാരണം രേണുസുതി അവിടെ കയറുന്നതിന് എൻട്രി ആവുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറുനാടനെതിരെ സ്ട്രൈക്ക് കൊടുത്തതിൻ്റെ. അതേപോലെ തന്നെ സുധിച്ചേട്ടനെ വെച്ചുകൊണ്ടും ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ വീഡിയോ പിന്നെ പറയണ്ട, ഫുള്ള് സിമ്പതിയാണ്. കണ്ണുനീർ പ്രവാഹമാണ്. രേണു കരയുന്നു, ചേച്ചി കരയുന്നു, പൊട്ടിക്കരയുന്നു. ഇനി ഇത് കേട്ടിട്ട് ആരും ഇങ്ങോട്ട് പൊങ്കാലിടാൻ പറയണ്ട കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയാം, അത് കണ്ടാലറിയാം ഇത് പക്ക ആക്ടിങ് ആണെന്ന്. ഈ പറയുന്ന സുധി മരിച്ച ദിവസം, ഓർമ്മ ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലൊരു കണ്ണീർ പ്രവാഹം. ഫുൾ ആക്ടിങ് ആയിരുന്നു. നീ ആരും ഇതിന് നേരെ പെങ്കാലിടാൻ വരണ്ട, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഇതൊക്കെ സജീന ചേച്ചിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.